നമസ്തേ. തൃശൂർ പൂരം കലക്കലിലും കരിപ്പൂരിലെ സ്വർണം പങ്കിടലിലും ഉൾപ്പെടെയുള്ള പി ശശിയുടെയും ADGP അജിത് കുമാറിന്റെയും ലീലാവിലാസങ്ങൾ ഭരണപക്ഷ MLA-യുടെ വായിൽ നിന്ന് തന്നെ കേട്ടതോടുകൂടി ആനന്ദലബ്ധിക്കിനി എന്തു വേണമെന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. ഒടുവിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേർക്കും വെടി പൊട്ടിയതോടുകൂടി സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലേ എന്നതാണ് അവരുടെ അവസ്ഥ. നിയമസഭാ സമ്മേളനം 4-ന് തുടങ്ങാനിരിക്കെ സർക്കാരിനെ അടിക്കാനുള്ള ആയുധം ചുളുവിൽ വീണ് കിട്ടിയതാണ് അവർക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശന് ആദ്യം കാര്യം അത്ര കത്തിയില്ല. ഈ കോലാഹലങ്ങളെല്ലാം കേട്ടിട്ടും അതൊക്കെ സർക്കാരിന്റെയും CPM-ന്റെയും ആഭ്യന്തര കാര്യം എന്ന മട്ടിൽ നിസ്സംഗത പുലർത്തുകയായിരുന്നു അദ്ദേഹം. ഇതൊക്കെ എന്ത് തക്കം പാർത്തിരുന്ന KPCC പ്രസിഡന്റ് K സുധാകരനും K മുരളീധരനും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി സതീശനും ചാടിയിറങ്ങി. അല്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ ഒടുവിൽ പെണ്ണും കൊണ്ടുപോയെന്ന് ചിലപ്പോ വരുവേ. അതിനോട് ആരാ പോന്നെ അളിയ നിൽക്ക. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. ഈ വെയിലും മഴയും കൊണ്ടും ഈ വയറ് മുറുക്കി ഉടുത്തും നടക്കാൻ തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത ഭരണം കിട്ടാൻ വലുതായി മെനക്കെടേണ്ടി ഒന്നും വരില്ല. അതിനുള്ള വഴി എന്തായാലും നമ്മുടെ സർക്കാരും ഭരണപക്ഷവും എല്ലാം ഒരുക്കി തരും. മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ ആവാൻ പലരും ഉടുപ്പുകൾ തയ്പ്പിച്ചു വെച്ച് കാത്തിരിക്കുന്നതായും ഏവർക്കും അറിയാം. എങ്ങനെ ചൊല്ലാതിരിക്കാനാ കഥയമമ കഥയമമ കഥകളതി സാഗരം എന്ന്. ഷാജി കേട്ടാ ഇവിടെ CPM-ലെ സൈബർ പോരാളികൾക്ക് എന്ത് പറ്റി എന്നാണ് മറ്റു പലരുടെയും സംശയം. പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും കവചമൊരുക്കുകയും എതിരാളികളെ താറടിക്കുകയും ചെയ്തിരുന്നവരാണ് എന്ന് ഓർക്കണം. പക്ഷേ പിണറായി സഖാവിനെ വലിച്ചു കീറി ചുവരിലൊട്ടിച്ചിട്ടും അവരിൽ പലർക്കും കൂറിപ്പോൾ അൻവറിനോട്. മുഖ്യമന്ത്രി എന്ന കത്തിജ്വലിച്ചു നിന്ന സൂര്യൻ കെട്ടുപോയി എന്നാണ് CPM-നോടും ഇടതുമുന്നണിയോടും മൊഴി ചൊല്ലിയ PV അൻവർ MLA-യുടെ സങ്കടം. പിണറായിക്ക് ജനങ്ങൾ നൽകിയതാണ് സൂര്യ തേജസ്സെന്നും അതിന്റെ ശോഭ ആർക്കും കെടുത്താനാവില്ല എന്നും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ അനുപല്ലവിയും. സൂര്യപ്രകാശത്തെ പഴമുറം കൊണ്ട് മറയ്ക്കാനാവില്ല എന്ന് മന്ത്രി VN വാസവൻ. ശോഭ കിട്ടാനും കെട്ടുപോകാനും ഇതെന്താ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യനോ എന്ന് പരിഹസിച്ച് മറ്റു ചിലരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും നേർക്ക അൻവർ ബോംബ് പൊട്ടിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞു അൻവറിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ പിണറായി സഖാവാണെന്ന്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. ആ തണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. അൻവറിന്റെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ ഇങ്ങനെ തുരുതുരേ വർഷിച്ചിട്ടും പിണറായിയുടെയും പാർട്ടിയുടെയും മൃദു സമീപനം ഭയം കൊണ്ടാണെന്നായി പിന്നെ പ്രതിപക്ഷം. വരം കിട്ടിയ ഭസ്മാസുരൻ വരം കൊടുത്തയാൾക്ക് നേരെ വിരൽ ചൂണ്ടിയതോടുകൂടി പാർട്ടി ആ കൊമ്പ് എന്തായാലും മുറിച്ചു. പക്ഷേ തീയിൽ കുരുത്തതാൻ വെയിലത്ത് പാടില്ല എന്നും തീപ്പന്തം പോലെ കത്തുമെന്നുമാണ് അൻവറിന്റെ വെല്ലുവിളി. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവും. തീപ്പന്തം കെടുത്താനുള്ള മണികൾ ഗോവിന്ദൻ മാഷിന്റെ ആഹ്വാനം കേട്ട് മലപ്പുറത്തെ സഖാക്കൾ എന്തായാലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ 2 കൂട്ടർക്ക് രക്ഷ ഇല്ല എന്നാണ് നമ്മുടെ അൻവർ പറയുന്നത്. 1 നമ്മുടെ സാധാരണ പാർട്ടി പ്രവർത്തകർ, 2 ന്യൂനപക്ഷങ്ങളാണത്രേ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ 2 അടി കൂടുതൽ കിട്ടുമെന്ന് അൻവർ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന കുട്ടി സഖാക്കൾ മാത്രമല്ല മുന്തിയ സഖാക്കളും സമ്മതിക്കുന്നുണ്ട്. നെറികെട്ട ചിലരുടെ നിയന്ത്രണം പോലീസിനെ വഴിതെറ്റിക്കുന്നുവെന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ ഒളിയമ്പും ചെന്നുകൊള്ളുന്നത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ വിഷപ്പാമ്പ് കൊത്തി എന്നാണ് ബാലൻ സഖാവിന്റെ ആക്ഷേപം വരുന്നത്. പിണറായി സഖാവ്
പ്രാവ് പാല് കൊടുത്ത് വളർത്തിയ മറ്റൊരു പാമ്പ്. ഏതാ മനസ്സിലായല്ലോ അല്ലെ? നമ്മുടെ മുൻമന്ത്രി KT ജലീല്. പുള്ളിയും ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. ADGP അജിത് കുമാറിനും പോലീസിനുമെതിരായ അൻവറിന്റെ വിമർശനങ്ങളോട് യോജിക്കുകയാണ് ഇപ്പോ നമ്മുടെ ജലീലും മുമ്പ് കുറിച്ച് എഴുതിയ പുസ്തകം അബദ്ധ കോടാലിയാണ് എന്നായിരുന്നു ചരിത്രം അറിയുന്നവരുടെ വിമർശനം. മലപ്പുറത്തെ മുസ്ലിം വോട്ടുകൾ ചോർത്താനായിരുന്നല്ലോ CPM കാലാകാലങ്ങളിൽ ആ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമൊക്കെ വിമതരെ അങ്ങ് അടർത്തിയെടുത്ത് തിരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര വേഷവും കെട്ടിച്ച് ഇറക്കി വിട്ടിരുന്നത്. അങ്ങനെ ജയിച്ചു വന്ന ചിലരെ അവർ മന്ത്രിമാരുമാക്കി. മന്ത്രിസ്ഥാനം കിട്ടാത്തതിന്റെ കെറുവാണോ അൻവറിന്റെ ഈ ഇളകിയാട്ടത്തിന് പിന്നിലെന്ന് ആർക്കും അറിയില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഭരണത്തിലെ പുത്തൻ കൂട്ടുകാരുടെ വിളയാട്ടത്തിൽ മനം മടുത്ത മലപ്പുറത്തെ ചില CPM സ്വതന്ത്രന്മാർ കൈകോർക്കുന്നു എന്നാണ് കേട്ടത്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത അൻവർ തേടുന്നത് തന്നെ ഈ പിൻബലത്തെ ആണത്രേ. അതൊരു മറ്റൊരു ബോംബാകുമോ? പുറത്തു വന്നതിൽ വലുത് മാളത്തിലുമുണ്ടോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.